ഹായ് മമ്മീസ്, നമുക്കൊന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ഉണ്ടാക്കിയാലോ? ഞാനിവിടെ കാഷ്യൂനട്ട്, വാൾനട്ട്, പിസ്ത, റേസിൻസ്, ആൽമണ്ട്സ്, കുരു കളഞ്ഞ ഡേറ്റ്സ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ലഡു ഉണ്ടാക്കുന്നത്. നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇവിടെ എടുക്കാം. പംകിൻ സീഡ്സോ അല്ലെങ്കിൽ സെസമി സീഡ്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നമുക്ക് ബേബീസിനും നമുക്കും കഴിക്കാൻ പറ്റും. ഇത് ഷുഗർ ഫ്രീ, ജാഗ്രി ഫ്രീ ലഡുവാണ്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് നന്നായി ചൂടായതിനു ശേഷം കുറച്ച് ഗീ ഒഴിക്കാം. നിങ്ങൾക്ക് ഗീ ഓപ്ഷണലാണ്, ഗീ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ നട്ട്സും ഒരു ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്താലും മതി. എൻ്റെ മോന് ഗീ നല്ല ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ ഗീൻ്റെ യൂസ് ചെയ്യാണ് കേട്ടോ. നെയ്യ് നല്ലോണം ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് ആൽമണ്ട്സ് ഇട്ടു, നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ ഞാൻ കാഷ്യൂനട്ടും ഇട്ടു. ഇതേപോലെ ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. കാഷ്യൂനട്ട്, പിന്നെ പിസ്ത, റേസിൻസ് എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചു. വാൾനട്ട്സ് ഞാൻ സെപ്പറേറ്റ് ആണ് കേട്ടോ റോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാം. പിന്നെ ഡേറ്റ്സും ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തു. നമ്മൾ ആദ്യം മാറ്റി വെച്ച നട്ട്സ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. ഇത് നന്നായിട്ട് നൈസായിട്ട് പൊടിക്കണം. ഇത് പൊടിച്ചതിന് ശേഷം ഇനി നമ്മളുടെ വാൾനട്ടും നല്ല നൈസായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. അതിനുശേഷം നമ്മളുടെ ഡേറ്റ്സ് ഉണ്ടല്ലോ, അതും നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അതുപോലെ പേസ്റ്റ് ആക്കണം. ഇപ്പോൾ നമ്മളുടെ 3 ഇൻഗ്രീഡിയൻസ് റെഡിയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് എല്ലാതും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇതാ കയ്യിൽ കുറച്ച് ഗീ തേച്ചിട്ട് നമുക്കിങ്ങനെ ചെറിയ ലഡു ആക്കിയിട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസത്തേക്ക് ഒരു 10-15 ലഡു ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് നല്ലൊരു ന്യൂട്രീഷ്യസ് വാല്യൂ അടങ്ങിയൊരു ലഡുവാണ്. മിക്ക കുട്ടികൾ വാൾനട്ട് കഴിക്കാൻ മടിയായിരിക്കില്ല. അവർക്കിങ്ങനെ നമുക്ക് നന്നായി പൊടിച്ചിട്ട് ഈ ഒരു ഫോമിൽ കൊടുത്തു കഴിച്ചാൽ എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൽ നോ ഷുഗർ, നോ ജാഗ്രി ആയതുകൊണ്ട് നമുക്ക് ഗിൽറ്റ് ഫ്രീ ആയിട്ട് കഴിക്കും ചെയ്യാം. ഓരോ ദിവസം ഒരു ലഡു വെച്ചിട്ട് ബേബീസിന് കൊടുത്താലും മതി. സോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യാം. താങ്ക് യു. ബൈ.